ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ ചേരാൻ തയ്യാറായെന്നും ഭീഷണിയെ തുടർന്ന് അവസാന നിമിഷം പിന്മാറിയതാണെന്നും എൻ.ഡി.എ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. പിണറായി വിജയനൊപ്പം തലപ്പൊക്കമുള്ള നേതാവാണ് ഇ.പി. ജയരാജൻ. ഇ.പിയുമായി ഡൽഹിയിൽ ചർച്ച നടത്താൻ പോകാൻ തനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചത് നന്ദകുമാറാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയാണ് നന്ദകുമാറെന്നും നന്ദകുമാറിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ ജനം ടിവിയോട് പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ തലപ്പൊക്കമുള്ള ലീഡറാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഇന്ന് ശോഭാ സുരേന്ദ്രൻ അറിയുമോ എന്ന് ചോദിച്ച സമയത്ത് പ്രത്യേക ശരീരഭാഷയിൽ നടന്നു പോകുന്ന ശ്രീമാൻ ജയരാജനെ നിങ്ങൾ എല്ലാവരും കണ്ടു. എനിക്ക് അദ്ദേഹം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കേരളത്തിൽ ബഹുമാനപ്പെട്ട ഇ.പി. ജയരാജൻ ജീവനോടുകൂടി ഉണ്ടാകണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവും നിലനിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് എന്നോട് പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ബഹുമാനപ്പെട്ട ജയരാജനും നന്ദകുമാറും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി. ശോഭാ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് 2 ഫ്ലൈറ്റല്ലേ ഉള്ളൂ ഒരേ സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റോ, എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നാണ് ഞാൻ സാധാരണ ഡൽഹിയിലേക്ക് പോവാറ്. അപ്പോൾ എന്നോട് അപേക്ഷിച്ചു, ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും കൊച്ചിയിൽ നിന്ന് വരരുത്, പോകുന്നത് ചെന്നൈ ടു ഡൽഹി, ഡൽഹി ടു ചെന്നൈ, കൊച്ചി, അങ്ങനെയാണ് ഞാൻ വന്നത്. ഞാനത് കേട്ടു. കാരണം അതെന്താണ്, എൻ്റെ പാർട്ടിക്കകത്തേക്ക് ഒരു വലിയ ആൾ വരുന്നു, ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കണ്ടേ. ഞാൻ എഴുതി ടിക്കറ്റ് പൈസ എല്ലാം, 2 ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു. ടിക്കറ്റ് പൈസ എല്ലാം നമുക്ക് ലാൻഡ് പൈസയിൽ കുറയ്ക്കാം, ടിക്കറ്റ് ചെന്നൈക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി ആൾ ചെന്നൈയിലേക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ. അപ്പൊ ഇത്രയും, അതായത് ഒരാള് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി തന്നത് പോലും ഞാൻ എൻ്റെ ഭൂമി 8 സെന്റ് ഭൂമി വെച്ച് അതിൽ നിന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ വന്നിരുന്ന് അധിക്ഷേപിക്കുമ്പോൾ അയാളുടെ നിഴലിൽ നിന്നുകൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ, അത് എന്താണെങ്കിലും ഞാൻ അതിനെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. വിവരങ്ങൾ നൽകാൻ നിഷ ചേരുന്നുണ്ട്. നിഷ, വലിയൊരു വെളിപ്പെടുത്തലാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. പിണറായി വിജയനൊപ്പം തലപ്പൊക്കമുള്ള നേതാവ് ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ ചേരാൻ തയ്യാറായിരുന്നു. ഡൽഹിയിൽ ചർച്ച നടത്താൻ പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചത് നന്ദകുമാറാണ് എന്ന് പറയുന്നു. ചെന്നൈയിൽ നിന്ന് പോയാൽ മതി, കാരണം കൊച്ചിയിൽ നിന്ന് ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ യാത്ര തിരിച്ചാൽ ശ്രദ്ധ ആകർഷിക്കപ്പെടും, മാധ്യമശ്രദ്ധ ഉൾപ്പെടെ ആകർഷിക്കപ്പെടും എന്നുള്ള ഭയത്താലാകണം. അതേ നന്ദകുമാറാണ് തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നത് എന്നും ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി. അയാളെ അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയൻ തയ്യാറാകണം എന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ് ജനം ടിവിയോട് ശോഭാ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട തുറന്നു പറഞ്ഞത്? ലക്ഷ്മി, ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ പുതിയ വെളിപ്പെടുത്തലുകൾക്കൊക്കെ വഴിതുറന്നിരിക്കുകയാണ്. BJPയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച, അല്ലെങ്കിൽ 90% BJPയുമായി ചർച്ചകളൊക്കെ നടത്തിയ പിണറായി വിജയനൊപ്പം തലപ്പൊക്കമുള്ള നേതാവ് എന്ന് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇ.പി. ജയരാജനാണ് എന്ന കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇ.പി. ജയരാജൻ BJPയിലേക്ക് വരാൻ തയ്യാറായിരുന്നു. ഇതിന് താനായിരുന്നു അന്ന് മീഡിയേറ്ററായി ചർച്ചകൾ നടത്തിയത്. ഡൽഹിയിൽ വെച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. ഇ.പി. ജയരാജന്റെ മകനാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യം വിളിക്കുന്നത്. തൻ്റെ ഫോണിൽ ഇ.പി. ജയരാജന്റെ മകൻ അയച്ച മെസ്സേജുകൾ, വാട്സാപ്പ് മെസ്സേജുകളുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിരുന്നു, ഇ.പി. ജയരാജന്റെ മകൻ എന്തിന് തൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. ഈ ഒരു കാര്യം, അതായത് ഇ.പി. ജയരാജൻ BJPയിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനായുള്ള ചർച്ചകൾ നടന്നിരുന്നു. ജയരാജന്റെ മകൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താനുമായി സംസാരിച്ചു. തനിക്ക് വാട്സപ്പിൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഈ തെളിവുകളൊക്കെ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരുന്നു. മാത്രമല്ല, ഈ ചർച്ചകൾ നടത്താനായി ഡൽഹിയിലേക്ക് പോകാനായി ഫ്ലൈറ്റ് ടിക്കറ്റ് നന്ദകുമാർ ശോഭാ സുരേന്ദ്രൻ്റെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ഈ കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ കാര്യം ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. എന്തായാലും പിണറായിക്കൊപ്പം തലപ്പൊക്കമുള്ള നേതാവ് ഇ.പി. ജയരാജൻ BJPയിലേക്ക് വരാൻ നേതൃത്വവുമായി ചർച്ചകൾ നടത്തി. 90% ആ ചർച്ചകൾ വിജയിച്ചിരുന്നു. പക്ഷേ പിന്മാറാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, ആ കാരണം പിണറായി വിജയൻ അറിയാമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. കാരണം വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതിയായ ഒരാൾക്ക് ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിയാം. പിന്നെ കൂടുതൽ താൻ വെളിപ്പെടുത്താത്തത് ഇ.പി. ജയരാജനും അദ്ദേഹത്തിന്റെ കുടുംബവും ജീവിച്ചിരിക്കണമെന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ആരാണ് BJPയിലേക്ക് വരാൻ തയ്യാറായിരുന്ന ആ കണ്ണൂരിലെ വലിയ CPM നേതാവ് എന്ന കാര്യം, ആ ആളുടെ പേരാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും തനിക്കെതിരെ ഇത്തരത്തിൽ നന്ദകുമാർ അപവാദ പ്രചരണങ്ങളുമായി വന്നതിനെതിരെ, സ്ത്രീത്വത്തെ അപമാനിച്ചതിനെതിരെ DGP അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ പകർപ്പ് ശോഭാ സുരേന്ദ്രൻ നമ്മളെ കാണിച്ചിരുന്നു.
മുഖ്യമന്ത്രിയുടെ മകളെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അടിയന്തര നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ തനിക്കെതിരെ തന്റെ സ്ത്രീത്വത്തെ ഇന്ന് ദല്ലാൽ നന്ദകുമാർ അപമാനിച്ചു. ഈ ദല്ലാൽ നന്ദകുമാറിനെതിരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തത്? ഇയാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവണമെന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും DGPക്ക് തെളിവുകൾ സഹിതം ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയിട്ടുണ്ട്. പിന്നീട് അവർ വ്യക്തമാക്കിയ ഒരു കാര്യം, IB റിപ്പോർട്ട് അടക്കം, അതായത് ആലപ്പുഴയിൽ വിജയം ഉറപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. CPM സ്ഥാനാർത്ഥി ആരിഫ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. ഈ കാര്യങ്ങളൊക്കെ കണ്ട് അസ്വസ്ഥനായ പിണറായി വിജയൻ അല്ലെങ്കിൽ CPM നേതൃത്വം ചെയ്യുന്ന തനിക്കെതിരെ നീക്കുന്ന കരുക്കളാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ റോളാണ് ഏറ്റെടുത്ത് ദല്ലാൽ നന്ദകുമാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. തന്നെ ഇത്തരം കാര്യങ്ങൾ കാണിച്ച് ഇത്തരം ആരോപണങ്ങളുമായി വന്ന് തന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ട, ഇതൊന്നും കണ്ടാൽ പേടിക്കുന്ന ആളല്ല എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്നുള്ള IB റിപ്പോർട്ടുകൾ അടക്കം വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള ഒരാളെ ഉപയോഗിച്ച് ഇത്തരം ആരോപണങ്ങൾ CPM നടത്തുന്നത്. അതൊന്നും താൻ കാര്യമായി എടുക്കുന്നില്ല. ഇതൊക്കെ ഒരുപാട് കണ്ടതാണ്. ഇത്തരം പേടിപ്പിക്കലുകളൊന്നും തന്നോട് വേണ്ട എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയുണ്ടായി. എന്തായാലും ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ തന്നെയുണ്ട്. സമുദായ നേതാക്കളെയും ഒക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ തിരക്കിലാണ്. അതിനിടയിലാണ് ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ശോഭാ സുരേന്ദ്രൻ സമയം കണ്ടെത്തിയത്. ലക്ഷ്മി.